ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെ കൂടുതലായി വിവരിച്ചിട്ടുള്ളത് ലൂക്കോസ് സുവിശേഷത്തിലാണ്. യേശു ജനിക്കുന്നതിന് മുമ്പ് അവിടത്തേക്കായി വഴിയൊരുക്കാൻ പിറന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിൽ നിന്ന് അദ്ദേഹം ചരിത്ര വിവരണം ആരംഭിക്കുന്നു. യേശു ജനിച്ചതിന് ശേഷം 30 വയസ്സുവരെ, പ്രത്യേകിച്ച് 12-ാം വയസ്സിന് ശേഷം എവിടെയായിരുന്നു എന്ന് കൃത്യമായി ലൂക്കോസ് പറയുന്നുണ്ട്. നസ്രത്തിൽ ചെന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. കൂടാതെ സ്നാനമേറ്റ ശേഷം 40 രാപ്പകലുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചനന്തരം ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെല്ലുകയും പതിവ് പോലെ നസ്രത്തിലെ പള്ളിയിൽ ചെന്ന് തിരുവെഴുത്ത് വായിക്കാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നതിലൂടെ യേശു 12 വയസ്സ് മുതലുള്ള കാലം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ ബാല്യകാലം എങ്ങനെയെന്ന് പറയുമ്പോൾ ലൂക്കോസിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതിച്ച ഒരു വാക്കാണ് ദൈവകൃപ അവന്മേൽ ഉണ്ടായിരുന്നു എന്നത്. അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന വാക്കുകൂടെയാകുന്നു. എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിലും ഒരു കഴിവുമില്ലെങ്കിലും മക്കളുടെ മേൽ ദൈവകൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. കൃപയിൽ നിറഞ്ഞ് അവർ വളർന്നാൽ അത് അവർക്കും ലോകത്തിനും അനുഗ്രഹമാകും. ദൈവകൃപയിൽ നിറഞ്ഞു വളരുന്ന ഒരു പൈതൽ നാളെ ആരായിത്തീരുമെന്ന് മനുഷ്യരല്ല, ദൈവമാണ് തീരുമാനിക്കുന്നത്. മക്കൾക്ക് വേണ്ടതെല്ലാം നൽകുകയും അവർക്കൊന്നിനും കുറവില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോഴും പലരും മറന്നുപോകുന്ന, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ കുത്തൊഴുക്കിൽ ജീവിക്കുമ്പോൾ വിസ്മരിക്കുന്ന ഒന്നാണ് അവർ ദൈവകൃപയിൽ വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത്. കൃപ നൽകുന്നത് ദൈവമാണെങ്കിലും നമുക്കതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കാനുണ്ട്. ദൈവം നമുക്ക് തലമുറകളെ നൽകുന്നത് ദൈവകൃപയോടെ അവരെ വളർത്താനാണല്ലോ. നാം കൃപ നിറഞ്ഞ് ജീവിക്കുന്നവരും കൃപയോടെ പ്രവർത്തിക്കുന്നവരുമായാൽ ദൈവത്തിന് മക്കളിലും കൃപ പകരാൻ എളുപ്പമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.